ഇന്നൊരു കർണാടക ഡിഷ് ഉണ്ടാക്കാം, ബിസബെലെ ബാത്ത്. ഇത് ശരിക്കുള്ള ട്രഡീഷണൽ ബിസബെലെ ബാത്ത് അല്ല, ഞാൻ എൻ്റെ രീതിക്ക് എളുപ്പത്തിന് വയ്ക്കുന്നത്. പെട്ടെന്ന് അങ്ങ് വെച്ച് തീരും. സാമ്പാറിൻ്റെ കഷ്ണങ്ങളും പിന്നെ ഇംഗ്ലീഷ് വെജിറ്റബിൾസ്, ക്യാരറ്റ്, ബീൻസ് ഒക്കെ ഇട്ട് എല്ലാം കൂടെ ഒരുമിച്ച് വേവിച്ച്, തുമരപ്പരിപ്പും അരിയും എല്ലാം കൂടെ വേവിച്ചിട്ട് പിന്നെ കടുവറുത്ത് കാണിക്കുന്നത്. ഇത് എളുപ്പത്തിൽ അങ്ങ് ഉണ്ടാക്കാൻ പറ്റും. ഞാൻ എൻ്റെ രീതിക്ക് അങ്ങ് ഉണ്ടാക്കുന്നെന്നുള്ളതേ ഉള്ളൂ. ശരിക്കുള്ള കർണാടകക്കാരുണ്ടാക്കുന്ന പോലൊന്നും ആയിരിക്കത്തില്ല. നോക്കാം എങ്ങനെ പെട്ടെന്ന് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഒരു കപ്പ് ചെറിയ ഇനം പച്ചരി. ഇതിന് വേണ്ട സാധനങ്ങളാണ്: ഒരു കപ്പ് ചെറിയ ഇനം പച്ചരി, പിന്നെ അത്രയും തന്നെ തുമരപ്പരിപ്പ്, പിന്നെ ഇംഗ്ലീഷ് വെജിറ്റബിൾസ്, ഈ ക്യാരറ്റ്, ബീൻസ് അതൊക്കെ, പിന്നെ പച്ചപ്പട്ടാണിയുണ്ട്, ടൊമാറ്റോ, കോളിഫ്ലവർ, പിന്നെ സാമ്പാറിനിടുന്ന സവാള, കത്തിരിക്ക, മുരിങ്ങയ്ക്ക, ഇതെല്ലാം കൂടെ ഒരുമിച്ചാണ് വേവിക്കുന്നത്. ഇത് രണ്ടും കഴുകിയിട്ട് കൊണ്ടുവന്ന് വയ്ക്കുമ്പോൾ കാണിക്കാം. പിന്നെ സാമ്പാർ പൊടിയും ഗരം മസാലയും, പിന്നെ കുറച്ച് പുളി വെള്ളത്തിലിട്ടിരിക്കുക. അത് പിന്നെ കടുവറക്കുമ്പോഴേ ചേർക്കത്തുള്ളൂ പുളി. ഇത്രയും സാധനങ്ങളാണ് വേണ്ടത്. ഒരു കുക്കർ അടുപ്പത്ത് വെച്ചിട്ട് ഏതെങ്കിലും ഒരു വെജിറ്റബിൾ ഓയിൽ, വെളിച്ചെണ്ണ അല്ലാതെ ഏതെങ്കിലും ഒരു ഓയിൽ, ഒരു 2 ടേബിൾ സ്പൂൺ. അതിലോട്ട് ഈ വെജിറ്റബിൾസ് ഒക്കെ ഒന്ന് വഴറ്റാം. ഒരു 2 മിനിറ്റ് ഈ വെജിറ്റബിൾസ് ഒന്ന് വഴറ്റാം. ഈ 3-4 ചെറിയ ഉള്ളിയും കൂടി ഇട്ടേക്കാണില്ല. ചെറിയ ഉള്ളിയും കൂടി ഇടുമ്പോൾ കുറച്ചൊരു സ്വാദ് വരും. സവാളയുടെ കൂടെ ചെറിയ ഉള്ളിയും കൂടെ ഒരു 4-5 എണ്ണം മതി. ഇതിപ്പോൾ 2 മിനിറ്റ് വഴറ്റിയിട്ടുണ്ട്. ഇതിലോട്ട് അരിയും തുമരയും കൂടെ കഴുകി വെച്ചിരിക്കുന്നത് ഇതിലോട്ടൊരു 4 കപ്പ് വെള്ളം. ചേർത്തിട്ടുണ്ട്. ഒരു വിസിൽ വരുന്നവരെ വേവിച്ചാൽ മതി. ഉപ്പും മഞ്ഞപ്പൊടിയും മാത്രമേ ചേർക്കത്തുള്ളൂ. ഇപ്പം സാമ്പാർ പൊടിയും ഗരം മസാലയൊക്കെ വഴറ്റുമ്പോഴേ ചേർക്കത്തുള്ളൂ. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞപ്പൊടി, കല്ലുപ്പാണ് ചേർക്കുന്ന, കുറച്ച് കല്ലുപ്പ്. ഇതൊരു വിസിൽ വരുന്നത്. ഒരു വിസിൽ വന്നു, ഫ്ലെയിം ഓഫ് ചെയ്തു. ഇനി ഇതിൻ്റെ പ്രഷർ പോയി കഴിയുമ്പോൾ തുറക്കാം. ഇപ്പോൾ ഒരു പ്രഷർ വന്നു കഴിഞ്ഞിട്ട് തുറന്ന് വെച്ചിരിക്കുക. ഇപ്പോൾ എല്ലാം നന്നായിട്ട് വെന്തിട്ടുണ്ട്. കുറച്ചുകൂടെ വെന്ത് കുഴയണം എന്നുള്ളവർ ഒരു 2 വിസിലും കൂടെ വരുന്നവരെ വെച്ചാൽ മതി. എനിക്കധികം വെന്ത് കുഴയുന്ന ഇഷ്ടമില്ലാത്തതുകൊണ്ട് ഇങ്ങനെ വെച്ചിരിക്കുന്നു. എല്ലാം വെന്തിട്ടുണ്ട്. വെജിറ്റബിൾസും ഈ തുമരപ്പരിപ്പും അരിയും എല്ലാം വെന്തിരിക്കുക. ഇനി ഒരു പാത്രം അടുപ്പത്ത് വെച്ചിട്ട് പുളിവെള്ളം ഒഴിക്കും.
ഈ പുളിവെള്ളത്തിൻ്റെ കൂടെ കുറച്ച് ശർക്കര, ഒരു ചെറിയ പീസ് ശർക്കര കൂടെ ഇഷ്ടമുള്ളവർക്ക് ചേർക്കാം. ഒരു ചെറിയ നെല്ലിക്കയുടെ അത്രയുള്ള പുളി കുതിർത്തിട്ട് ചേർത്തിരിക്കുന്നതാണ് പുളിവെള്ളം. ഇതിലോട്ടൊരു 3 ടേബിൾ സ്പൂൺ സാമ്പാർ പൊടി. ഈ സാമ്പാർ പൊടിയിൽ ഉഴുന്നുപരിപ്പും കടലപ്പരിപ്പും ഒക്കെ ഉള്ളത്. അത് വാങ്ങിക്കുന്ന സാമ്പാർ പൊടി, വീട്ടിൽ പൊടിച്ചതല്ല. വാങ്ങിക്കാൻ കിട്ടുന്നതിൽ ബ്രാഹ്മിൻസിൻ്റെയാണ് നല്ലത്. ഇടയ്ക്ക് തിളച്ച വെള്ളം വേണമെങ്കിൽ ചേർക്കാം. പിന്നെ 1 ടീസ്പൂൺ ഗരം മസാല, പെരിഞ്ചീരകം, ഏലക്ക, ഗ്രാമ്പൂ, പട്ട എല്ലാം കൂടെ പൊടിച്ചത്. ഇഷ്ടമുള്ളവർക്ക്, വിരോധമുള്ളവർ ചേർക്കണ്ട. അല്ലെങ്കിൽ ഞാൻ കുറച്ചൊരു ജീരകപ്പൊടി ചേർക്കും, ഒരു അര ടീസ്പൂൺ. പൊടികൾ ഇത്രയേ ഉള്ളൂ ചേർക്കാൻ. ഇതൊന്ന് തിളച്ച് ഒരു 2 മിനിറ്റ് തിളയ്ക്കണം ഈ പുളിവെള്ളം. ഇത് 2-3 മിനിറ്റ് തിളച്ചുകൊണ്ടിരിക്കുക ഈ പുളിവെള്ളം. പുളിക്കകത്ത് സാമ്പാർ പൊടിയും ഗരം മസാലയും ജീരകപ്പൊടിയും ചേർത്തിട്ടുണ്ട്. സാമ്പാർ പൊടിയിൽ കായം കാണുമല്ലോ. അതിലോട്ട് ഈ വേവിച്ച് വെച്ചിരിക്കുന്ന വെജിറ്റബിൾസും തോമരയും എല്ലാം കൂടെ ചെറിയ തീ ചെറുതാക്കിയാൽ മതി ഫ്ലെയിം. എല്ലാം ചേർത്തിരിക്കുക. ഇതിലിപ്പോൾ ഉപ്പും പുളിയെല്ലാം പാകത്തിനുണ്ട്. കടുവറുത്ത് ഒഴിക്കുന്നു അതിലോട്ട്. നെയ്യാണ് നല്ലത്. ഒരു വലിയ ടേബിൾ സ്പൂൺ നെയ്യ്. നെയ്യ് ചൂടാവുമ്പോൾ കടുകിടാം. ഒരു ടീസ്പൂൺ കടുക്, ഞാൻ കുറച്ച് ജീരകം ചേർക്കാറുണ്ട്, ഇഷ്ടമില്ലാത്തവർ ചേർക്കണ്ട. രണ്ട് വറ്റൽമുളക്, കുറച്ച് അണ്ടിപ്പരിപ്പ്. സാമ്പാറുമായിട്ട് വ്യത്യാസം ഇതൊക്കെയാണ് ഉള്ളത്. രണ്ട്
തമ്മരപ്പരിപ്പ് ചെറുതായിട്ടൊന്ന് മൂക്കുമ്പോൾ കുറച്ച് കറിവേപ്പിലയും ചേർത്തിട്ട് ഇതിലോട്ട് ഇങ്ങനെ വയ്ക്കും. രണ്ട് ബേ ലീഫും കൂടെ ഞാൻ ഇടുന്നുണ്ട്. ഇത് ഓഫ് ചെയ്തു. ഇതിലോട്ട് ഇത് ഇരുന്ന് കുറച്ചും കൂടെ കുറുകും. ഇപ്പോൾ കുറച്ച് ചെറുതായിട്ട് ചാറ് ഉണ്ട്, കുറച്ച് സെമി ഗ്രേവി പോലെ ഇരിക്കേണ്ടത്. ഇത് എപ്പോഴെങ്കിലും വെള്ളം വേണമെന്ന് തോന്നുകയാണെങ്കിൽ തിളച്ച വെള്ളം ഒഴിച്ചാൽ മതി. തിളച്ച വെള്ളം ഒഴിച്ച് കുറച്ചും കൂടെ ലൂസാക്കാൻ വേണമെങ്കിൽ കുറച്ച് മല്ലിയെല്ലാം ചേർത്തിട്ട് കുറച്ച് സമയം അടച്ചേക്കണം. ഇപ്പോൾ ആയിക്കഴിഞ്ഞു. ഇതൊരു 5 മിനിറ്റ് ഇതിങ്ങനെ അടച്ചു വെച്ചിട്ട് പിന്നെ തുറന്നാൽ മതി. ട്രഡീഷണൽ ബിസബെല്ല ഭാത്ത് ഇങ്ങനെ അല്ലായിരിക്കും, പക്ഷേ ഇത് കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. നമുക്ക് ഇഷ്ടപ്പെടുന്ന രീതിക്കാണ് ഞാൻ വെച്ചിരിക്കുന്നത്. പിന്നെ എല്ലാവരും ഒരു പ്രാവശ്യം ഉണ്ടാക്കി നോക്കിയിട്ട് കമൻസ് അറിയിക്കണം. എൻ്റെ മെത്തേഡ് വായിച്ചാൽ എല്ലാവർക്കും മനസ്സിലാവും. ഇത് വളരെ എളുപ്പത്തിൽ വയ്ക്കുന്ന ഒരു മെത്തേഡിലാണ് ഞാൻ കാണിച്ചിരിക്കുന്നത്. എല്ലാവരും ഉണ്ടാക്കി നോക്കണം, കമൻസ് അറിയിക്കണം. ഓക്കെ.